പാർട്ടിയിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരുപാട് പേർ ഇടതിൻ്റെ മുഖങ്ങളായിരുന്നവർ ഇടത് പാളയം വിട്ടുപോയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, അത് ഇങ്ങ് ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ മലപ്പട്ടത്താണ് ഈ ടി കെ ഗോവിന്ദൻ മാഷ് പോകുന്നത്. തൊട്ടപ്പുറത്ത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ. എന്താ പാർട്ടിക്ക് പറ്റുന്നത്? അല്ല, പാർട്ടിക്ക് ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പണ്ടിത് ബൂർഷ്വാ പാർട്ടികളിലാണ് കാണാറുള്ളത്. ഇപ്പം അത് ഞങ്ങളുടെ പാർട്ടിയിലേക്കും വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സംഘടന പ്രത്യയശാസ്ത്ര ബോധം അതിൽ വന്നിട്ടുള്ളൊരു പെശകാണത്. പരമാവധി കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം കമ്മിറ്റ്മെൻറ്റാണ്. ആരോട്? തൊഴിലാളി വർഗത്തോടും തൊഴിലാളി വർഗ പാർട്ടിയോടും. ഒന്നാമത് രക്തസാക്ഷികളുടെ ഒരു പാർട്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം മാനസികമായി ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്നതാണത്. ഞാൻ എൻ്റെ അനുഭവം വെച്ചാൽ പറയാറ്. നമ്മൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാ രൂപത്തിലും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങൾ പോയിക്കൊള്ളണമെന്നില്ല. പാർട്ടി തീരുമാനിച്ചോളണമെന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമായിട്ടായിരിക്കും പാർട്ടി തീരുമാനം വരുന്നത്. ആ സമയത്ത് മനസ്സ് പതറാതിരിക്കാൻ രക്തസാക്ഷികളെ ഓർക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.